ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ നട്ടുപരിപാലിക്കുന്ന ചെടികൾ കേടുവന്നാൽ അതിൻ്റെ സങ്കടം ഒന്ന് വേറെ തന്നെയാണ്. ദിവസവും നനച്ചു കൊണ്ടുനടക്കുമ്പോൾ അത് വാടിപ്പോയാൽ നമ്മുടെ മനസ്സും വാടിപ്പോകുന്നതാണ്. അതിനെ വളരെ എളുപ്പത്തിൽ എങ്ങനെ കെയർ ചെയ്യാമെന്നാണ് ഈ പ്ലാന്റ്സ് കെയർ റെസിപ്പീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് സാഫ്, ഒരു ഫംഗിസൈഡാണ്. 10 രൂപ തൊട്ട് മേലോട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇത് വളരെ കുറച്ച് മതി. 1 ഗ്രാം സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ. 1 ഗ്രാം അളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 5 ഗ്രാമിൻ്റെ സ്പൂണിൽ അതിൻ്റെ 5-1 എടുത്ത് 1 ഗ്രാം ഒരു മോശമായ പാത്രത്തിലേക്ക് ഇടണം. ഇത് സ്ലൈറ്റ്ലി പോയ്സണസ് ആണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല വേറെ ആവശ്യങ്ങൾക്ക്. അങ്ങനെ എടുത്ത 1 ഗ്രാം സാഫിലോട്ട് 1 ലിറ്റർ വെള്ളം, 250 ml കപ്പാണ്. അതിൽ 4 കപ്പ് എടുക്കുമ്പോൾ 1 ലിറ്റർ കിട്ടും. നമുക്ക് 1 ലിറ്റർ കുപ്പി വെള്ളം എടുത്ത് അതിലേക്ക് 1 ഗ്രാം സാഫ് ഇട്ടാലും മതി. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലും ഇതുപോലെ തന്നെ 20 രൂപ തൊട്ട് 100 രൂപ വരെ നന്നായിട്ട് കിട്ടും. അതിൽ വില കൂടിയതുണ്ട്. അവരവരുടെ ആവശ്യാനുസരണം സ്പ്രേ ബോട്ടിൽ വാങ്ങി അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം കേടായ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് ഒരു 10 ദിവസം തന്നെ സ്പ്രേ ചെയ്ത് ഇലകൾ കിളിർത്ത് വന്ന് തുടങ്ങിയ ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട് എല്ലാം മാറിയ പ്ലാന്റ്സ് ഉണ്ട്. അതിൽ ഓരോ ഇലകളാണ് ഇതിന് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം സ്പ്രേ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചെടിയുടെ കേടെല്ലാം മാറി നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. ചെടികളെ ഏറ്റവും അധികം ബാധിക്കുന്നത് ഫംഗിസൈഡാണ്. വേറെ ശല്യങ്ങളുമുണ്ട്. ഇത് ഏകദേശം ഒരു 90% കേടായ ചെടിയാണ്. ഇതിനെ നമുക്ക് നന്നായി ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്ത് കുറച്ച് ഫംഗിസൈഡ് അതിൻ്റെ കടയ്ക്ക് ഒഴിച്ച് നന്നായി നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ കെയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് വളർത്താവുന്നതാണ്. 100% കേടായ പ്ലാന്റ്സിൻ്റെ പാർട്സ് നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുശേഷം എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ ഇല വരുന്നതാണ്. ഇത് നല്ലൊരു ചെടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാണും വിചാരിക്കുന്നു. താങ്ക് യു.